ഇത് നമ്മുടെ ടോട്ടോച്ചാൻ വലിയ ആവേശത്തിലാണ്, വലിയ ഉത്സാഹത്തിലാണ്. ഇടം വലം നോക്കാതെ ടോട്ടോച്ചാൻ ഓടുകയാണ് വീട്ടിലേക്ക്. സ്കൂൾ ബാഗ് പിന്നിൽ ഉലഞ്ഞുകൊണ്ടേയിരുന്നു. ദാരുണമായതെന്തോ സംഭവിച്ചിരിക്കും എന്ന് മാത്രമാണ് ഇത് കാണുന്ന കാഴ്ചക്കാരന് തോന്നുക. അത്രയ്ക്ക് ഭ്രാന്തമായ വേഗത്തിലാണ് ട്രെയിൻ ഇറങ്ങിയുള്ള അവളുടെ ഓട്ടം. സ്കൂളിന്റെ ഗേറ്റ് കടന്നപ്പോൾ മുതൽ ആരംഭിച്ചതാണ് വാസ്തവത്തിൽ ഈ പാച്ചിൽ. പിന്നെ തീവണ്ടിയിൽ നിന്നിറങ്ങി അടുത്ത ഓട്ടം തുടങ്ങി. ഞാനിങ്ങെത്തിയേ, പടി കടക്കേണ്ട താമസം അവൾ വാതിൽ വലിച്ചു തുറന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ശേഷം ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ ഇഷ്ടക്കാരൻ റോക്കിയെ തിരയാൻ ആരംഭിച്ചു. അവൻ ഉമ്മറത്തെ തറയിൽ തണുപ്പ് വറ്റിക്കിടക്കുകയായിരുന്നു. ഒരക്ഷരം ഉരിയാടാതെ കൊച്ചു ടോട്ടോ അവന്റെ മുന്നിൽ കുത്തിയിരുന്നു. ബാഗ് കഴുത്തിൽ നിന്നോരി സ്കൂളിലെ പ്രോഗ്രസ് കാർഡ് പുറത്തെടുത്തു. അപ്പൊ അതാണ് സംഭവം. ടോട്ടോയ്ക്ക് ഇന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. റോക്കിക്ക് കാണാൻ പാകത്തിൽ അവളത് നിവർത്തി പിടിച്ചു. നോക്ക്, തെല്ലഭിമാനത്തോടെ കൊച്ചു ടോട്ടോ പറഞ്ഞു തുടങ്ങി. എ, ബി തുടങ്ങിയ വിവിധ ഗ്രേഡുകൾ അതിൽ നിരത്തിയിരുന്നു. എ ആണോ കൂടുതൽ കേമം, ബി ആണോ എന്നത് അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. റോക്കിക്കാവട്ടെ ഈ സംഗതികളൊക്കെ ദുരൂഹമാണ്. പക്ഷേ മറ്റാരേക്കാളും മുന്നേ തന്റെ പ്രോഗ്രസ് കാർഡ് കാണേണ്ടത് റോക്കിയാണെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. അവന്റെ വിസ്മയത്തിന് അതിരുണ്ടാവില്ല എന്ന് അവൾക്കുറപ്പായിരുന്നു. മുന്നിൽ കണ്ട കടലാസ് മൂക്ക് വിടർത്തി പരിശോധിച്ച ശേഷം റോക്കി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നിനക്ക് ഇഷ്ടമായെന്ന് തോന്നണില്ല അല്ലേ? ഓ, ടോട്ടോച്ചാൻ പറഞ്ഞു. പക്ഷെങ്കിലേ ഇത് നിനക്ക് വായിക്കാനാവില്ല, മുഴുവൻ കടുത്ത വാക്കുകളാ. സൂക്ഷ്മ പരിശോധനയ്ക്കെന്ന പോലെ മുഖമൊന്ന് വെട്ടിച്ച് അവൻ ആ കാർഡിലേക്ക് ഒരു നോട്ടം വായിച്ചു. ശേഷം ടോട്ടോച്ചാന്റെ കയ്യിൽ സ്നേഹത്തോടെ ഒന്ന് നക്കി. ഓ ശരി, ഞാൻ ഇതെന്റെ അമ്മയ്ക്ക് കാട്ടിക്കൊടുക്കട്ടെ. ആത്മസംതൃപ്തിയോടെ അവൾ എഴുന്നേറ്റു. അവൾ നടന്നു മറഞ്ഞതും റോക്കി കോട്ടുവായിട്ടുകൊണ്ട് വീണ്ടും ഒന്ന് നിവർന്നു. തണുപ്പേറിയ മറ്റൊരിടം കണ്ടുപിടിച്ച് ആലസ്യത്തോടെ അവൻ വീണ്ടും കിടപ്പായി. പ്രോഗ്രസ് കാർഡിനെ കുറിച്ച് ചിന്ത പൂണ്ടെന്നതുപോലെ മിഴികൾ ചിമ്മി അടഞ്ഞു. മിഴി ഇമകളിലേക്ക് നോക്കിയാൽ ടോട്ടോച്ചാന്റെ സങ്കല്പത്തിൽ എന്നല്ല, യഥാർത്ഥത്തിലും അവൻ അതുതന്നെ വിചാരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും.